ഹലോ ഗുഡ് മോർണിംഗ്. MVC ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MVC മോഡൽസിനെ പറ്റിയാണ്. സോ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MVCയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. മോഡൽ ഇല്ലാതെയും അല്ലെങ്കിൽ വ്യൂ ഇല്ലാതെയും നമുക്ക് ഒരു MVC ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. കൺട്രോളറിനകത്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു കണ്ടന്റ് റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്താൽ മതി. നമുക്ക് പേജിനകത്ത് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. പക്ഷേ വലിയ വലിയ ആപ്ലിക്കേഷനെല്ലാം വരുമ്പോൾ മോഡലും അതേപോലെ തന്നെ വ്യൂ എല്ലാം സെപ്പറേറ്റായി യൂസ് ചെയ്യേണ്ടി വരും. മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഫയലാണ്. ബിസിനസ് ലോജിക്സ് എല്ലാം ഒരേ ഒരു ക്ലാസ് ഫയലിനകത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫയലിനകത്ത് എഴുതിയിട്ട് മോഡൽസ് എന്ന ഫോൾഡറിനകത്ത് പ്ലേസ് ചെയ്യും. ഓരോ മൊഡ്യൂളിനും ഓരോ മോഡലായിരിക്കും മിക്കവാറും ക്രിയേറ്റ് ചെയ്യുക. സാധാരണഗതിയിൽ മോഡലിനായിട്ടായിരിക്കും ഡാറ്റാബേസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ കുറച്ചുകൂടെ വലിയ ആപ്ലിക്കേഷൻ ആവണമെങ്കിൽ വെബ് സർവീസസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റാബേസിനെ കണക്ട് ചെയ്യുക. എൻറ്റയർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ കൂടുതൽ വലിയ ആപ്ലിക്കേഷനെല്ലാം യൂസ് ചെയ്യുമ്പോൾ WCF പോലുള്ള സർവീസസ് ആണ് യൂസ് ചെയ്യുക. പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ WCF ആണ് ക്രിയേറ്റ് ചെയ്യുക. WCFൽ ഒരുപാട് തരത്തിലുള്ള ബൈൻഡിങ്സ് അതേപോലെ പ്രോട്ടോകോൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ WCF യൂസ് ചെയ്യുമ്പോൾ ഡാറ്റാബേസ് മിക്കവാറും WCFനായിട്ട് കണക്ട് ചെയ്തിട്ട് WCF ആണ് മോഡൽസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. സോ ഒരു DBയിൽ നിന്ന് ഒരു ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ കൺട്രോളർ മോഡലിനായിട്ട് റിക്വസ്റ്റ് ചെയ്ത് മോഡൽ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എടുത്തിട്ട് WCFനകത്തുള്ള കറസ്പോണ്ടിങ് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ആ റിസൾട്ട് റിട്ടേൺ ചെയ്തിട്ട് കൺട്രോളറിന് തിരിച്ചു കൊടുക്കും. അതാണ് മോഡൽസിൻ്റെ ഡ്യൂട്ടി. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജസ്റ്റ് മോഡൽസ് യൂസ് ചെയ്തിട്ട് സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ, അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ ഇതിനായി ഞാൻ ജസ്റ്റ് ഒരു കൺട്രോളർ ആഡ് ചെയ്തു. സ്റ്റുഡൻറ്റ് കൺട്രോളർ സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ഒരു മോഡൽ ആഡ് ചെയ്തു. മോഡൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ക്ലാസ് ഫയലാണ്. സോ ഞാൻ മോഡലിൻ്റെ പേര് സ്കൂൾ എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം മോഡൽ MVC demo dot മോഡൽസ് എന്ന നെയിം സ്പേസിനകത്താണ് ഈ സ്കൂൾ എന്ന മോഡൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ കൺട്രോളേഴ്സ് ക്രിയേറ്റ് ആയിരിക്കുന്നത് കൺട്രോളേഴ്സ് എന്ന നെയിം സ്പേസിനകത്താണ്. അപ്പോൾ നിങ്ങൾ മോഡൽസിനെ ഈ കൺട്രോളറിൽ നിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ ആ മോഡലിൻ്റെ പേര് ഡോട്ട് ആ കൺട്രോളറിൻ്റെ പേര് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ആ നെയിം സ്പേസ് കൂടെ സ്പെസിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് മോഡലിനകത്തുള്ള വാരിയബിൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്കൊരു സ്റ്റുഡൻറ്റ് 4 ഡീറ്റെയിൽസ് റീഡ് ചെയ്യണം. കോഡ് വീഡിയോ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ആൾറെഡി ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്കൂൾ എന്നൊരു ക്ലാസ്. സോ ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്കൂൾ എന്നൊരു ക്ലാസ്. ആ ക്ലാസ്സിലേക്ക് മൈ ആട്രിബ്യൂട്ട്സ് എന്നൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. മൈ ആട്രിബ്യൂട്ട്സ് ക്ലാസ്സിൽ 4 ഫീൽഡ്സ് ആണുള്ളത്, അതായത് 4 പ്രോപ്പർട്ടീസ്. അത് ID, നെയിം, ക്ലാസ്, സ്കൂൾ റീഡ് ചെയ്യുന്നു. ഈ ഇൻഹെറിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഞാൻ ഗെറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന മെത്തേഡിനകത്ത് റീഡ് ചെയ്തിട്ട് ആ ക്ലാസ് സ്കൂൾ എന്ന ക്ലാസ്, അതായത് ആട്രിബ്യൂട്ട്സ് എന്ന ക്ലാസ് റിട്ടേൺ ചെയ്തു. ഓക്കെ, സോ ഇനി ഈ ക്ലാസ്, അതായത് ഈ മെത്തേഡ് നമുക്ക് ആക്സസ് ചെയ്താൽ ഈ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കൺട്രോളറിനകത്ത് പോയിട്ട് ഈ ആക്ഷൻ റിസൾട്ടിൻ്റെ പേര് ഞാൻ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു, ഡീറ്റെയിൽസ്. ഓക്കെ, ഇവിടെ ഞാനൊരു വ്യൂ ആഡ് ചെയ്യണം. അതിനു മുന്നേ നമുക്ക് ആ മോഡൽ ഇവിടെ കോൾ ചെയ്യണം. ഇപ്പോൾ school.cs നമുക്ക് ഇവിടെ കോൾ ചെയ്യാൻ പറ്റില്ല, സ്കൂൾ, ബിക്കോസ് ആ സ്കൂൾ എന്നൊരു ക്ലാസ് ഇപ്പോൾ മോഡൽസ് എന്നൊരു നെയിം സ്പേസിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇവിടെ MVC demo dot models dot schools dot
ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഇപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് ഒരു മൈ ആട്രിബ്യൂട്ട്സ് എന്നൊരു ക്ലാസ്സാണ് റിട്ടേൺ ചെയ്യുക. സോ ഈ മൈ ആട്രിബ്യൂട്ട്സ് എന്ന ക്ലാസ്സിനകത്ത് നിന്ന് നമുക്ക് ഓരോ ഡീറ്റെയിൽസും സെപ്പറേറ്റായി എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ASP.NET-ലുള്ളതുപോലെ കൺട്രോളറിനകത്ത് അല്ലെങ്കിൽ കോഡ് ബിഹൈൻഡിനകത്ത് നിന്നിട്ട് ഫ്രണ്ട് എൻഡിൽ, അതായത് UI-ൽ ഡാറ്റ സെറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒബ്ജക്റ്റിലായിരിക്കും ഡാറ്റ അതായത് ഡാറ്റ പാസ് ചെയ്യുക വ്യൂവിനകത്തേക്ക്. സോ ഇനി നമുക്കൊരു വ്യൂ ആഡ് ചെയ്ത് നോക്കാം. വ്യൂവിൻ്റെ പേര് ഡീറ്റെയിൽസ് തന്നെ വെച്ചു. ഇപ്പോൾ ഒരു സ്ട്രോങ്ലി ടൈപ്പ്ഡ് വ്യൂ, അതായത് മോഡൽസിനായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വ്യൂ. മുന്നേ ചെയ്തതിൽ വ്യൂവിനായിട്ട്, അതായത് മോഡൽസിനായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ മോഡൽസിനായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്നു. സോ ഇവിടെ ഒരു മോഡലും ലിസ്റ്റ് ആയിട്ടില്ല, പക്ഷേ നമ്മുടെ കയ്യിൽ മോഡലുണ്ട്. അതെന്താ ലിസ്റ്റ് ആവാത്തതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ, അതായത് ഈ ക്ലാസ് ഫയൽ ആഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ടില്ല. വൺസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡലിനെ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഒരു MVC മോഡലിനകത്ത് 2 ക്ലാസ് ആണുള്ളത്. നിങ്ങൾ ഒരുപാട് ക്ലാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്ലാസ് ഇവിടെ ലിസ്റ്റ് ആവും. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കൂൾ എന്നൊരു മോഡലാണ്. സോ ഇവിടെ മാസ്റ്റർ പേജ് സെലക്ട് ചെയ്യുന്നില്ല, ആഡ് കൊടുത്തു. സോ ഒരു പേജ് ഇവിടെ ആഡായി, സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്. ഇനി നമുക്കൊരു ടേബിൾ ആഡ് ചെയ്യണം. ടേബിൾ ആഡ് ചെയ്തിട്ട് ടേബിളിന് ഹെഡിങ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്നൊരു ഹെഡിങ് കൊടുക്കണം ആ ടേബിളിന്. അതുപോലെ ഡാറ്റ റിട്രീവ് ചെയ്യണം. സോ ടേബിൾ ഹെഡ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആൾറെഡി കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് റോനകത്ത് ടേബിൾ ഹെഡിങ് 4 ടേബിൾ ഹെഡിങ്, അതുപോലെ തന്നെ അതിന് അകത്ത് കൊടുത്തിരിക്കുന്ന ഡാറ്റ എല്ലാം ബോൾഡ് ചെയ്തു. ഇവിടെ നെക്സ്റ്റ് റോയിനകത്ത് 4 TD. ഇനി ഇവിടെ നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അവിടെ നിന്ന് പാസ് ചെയ്ത് വരുന്ന മോഡൽ ഡോട്ട് ഏത് ഫീൽഡ് നെയിമാണെന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡ് നമുക്ക് ഇവിടെ റിട്രീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്ട്രോങ്ലി ടൈപ്പ്ഡ് വ്യൂ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ MVC demo.model.school ഇവിടെ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതിന് മുന്നേ യൂസ് ചെയ്ത ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഇതിന് മുന്നേ യൂസ് ചെയ്ത മൈ വ്യൂ എന്ന ആപ്ലിക്കേഷനകത്ത് ഡൈനാമിക് ആണ് ഇൻഹെറിറ്റ് ആയിരിക്കുന്നത്. അതായത് മോഡൽ സ്ട്രോങ്ലി ടൈപ്പ്ഡ് ആയിട്ട് ഈ വ്യൂവിനകത്ത് ഇൻഹെറിറ്റ് ആയിട്ടില്ല. ഓക്കെ, സോ സ്ട്രോങ്ലി ടൈപ്പ്ഡ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പേര്, അതായത് ആ മോഡലിനകത്തുള്ള ഏത് മോഡലാണ് ഈ വ്യൂവിനകത്ത് യൂസ് ചെയ്യുന്നത് അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. സോ നിങ്ങൾക്ക് ഇവിടെ മോഡൽ യൂസ് ചെയ്യേണ്ട, മോഡൽ സ്ട്രോങ്ലി ടൈപ്പ്ഡായി യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഡൈനാമിക് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വാല്യൂ കൊടുക്കുന്നു, ഈക്വൽ ടു മോഡൽ ഡോട്ട്, അങ്ങനെ മോഡലിൻ്റെ പേര് ഫസ്റ്റ് കോളം ID. ഓക്കെ, നെക്സ്റ്റ് കോളം നെയിം, മോഡൽ ഡോട്ട് നെയിം, മോഡൽ ഡോട്ട് ക്ലാസ്, മോഡൽ ഡോട്ട് സ്കൂൾ. ഓക്കെ, ഇപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഗ്ലോബൽ ASCX ഫയലിനകത്ത് ഡിഫാൾട്ട് പേജ് ഡീറ്റെയിൽസ്, സോ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ബൈ ഡിഫാൾട്ട് ഈ പേജ് തന്നെ റൺ ആവും. സ്റ്റുഡൻസ് കൺട്രോളർ. ഓക്കെ,
ഇവിടെ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് റൺ ചെയ്തു. സോ ഇവിടെ ടേബിൾ ഡിസ്പ്ലേ ആയി. ഇനി നമുക്ക് ആ ടേബിളിന് ഹെഡിങ് കൊടുക്കണം. സോ ഹെഡിങ് കൊടുക്കാനായി മൈ വ്യൂ ഡീറ്റെയിൽസ് .svx സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പ്രിൻ്റ് ചെയ്ത് ഇവിടെ റൺ ചെയ്ത് നോക്കാം. സോ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഈ പേജിനകത്ത് കുറച്ച് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാം. നമ്മുടെ സൊല്യൂഷനകത്തുള്ള കണ്ടൻറ് എന്നൊരു ഫോൾഡറിനകത്ത് സൈറ്റ് എന്നൊരു CSS ഫയൽ ഉണ്ടാവും. സോ അതിനകത്ത് ഞാൻ ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. എൻ്റെ കയ്യിലുള്ള ഡിവിൻ്റെ അടുത്തെല്ലാം മാർജിൻ 0 ഓട്ടോ 0 ഓട്ടോ എന്ന് മെൻഷൻ ചെയ്തു. അതുപോലെ തന്നെ പാഡിങ് 10 പിക്സ്. പാഡിങ് എന്ന് പറഞ്ഞാൽ ഇന്നർ ഒരു കൺട്രോളറിൻ്റെ ഇന്നർ മാർജിൻ. അതുപോലെ തന്നെ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഈ സ്റ്റൈൽ അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് പേജിനകത്ത് ഈ സ്റ്റൈൽ ഷീറ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കണം. സോ ഈ സ്റ്റൈൽ ഷീറ്റ് ഇവിടെ റെഫർ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ റൺ ചെയ്യാൻ പറ്റുള്ളൂ. വിഡ്ത്ത് 40% കൊടുത്തു. ഇപ്പോൾ ഈ ഡിവ് നമുക്ക് പേജിന് സെൻറ്ററിലായി. ഇനി ഈ ടേബിൾ കൂടെ പേജിന് അതായത് ഡിവിന് സെൻറ്ററിൽ കൊണ്ടുവരണം. സോ അതിന് ടേബിൾ TRഉം കൂടെ നമുക്ക് ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ഇതേ മാർജിൻ ഓക്കെ. ഇപ്പോൾ പേജിന് സെൻട്രലായി. ഇപ്പോൾ ഈ ടേബിൾ, ഇനി ടേബിളിൻ്റെ വിഡ്ത്ത് ഇവിടെ വേണമെങ്കിൽ കൂട്ടാം. ടേബിളിൻ്റെ വിഡ്ത്ത് ഒരു 60% കൊടുത്തു കഴിഞ്ഞാൽ 60% ആയി. 80% കൊടുക്കാം. 80%. ഇനി ഈ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചുകൂടെ സെൻട്രൽ കൊണ്ടുവരണം. സോ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് സെൻട്രൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഇരിക്കുന്നത് ഒരു ഡിവിനകത്താണ്. അതുപോലെ തന്നെ ഈ ടേബിൾ ഇരിക്കുന്ന ഒരു ഡിവിനകത്താണ്. സോ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഡിവ് മാത്രം സെൻട്രൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഇൻലൈൻ കോഡ്സ് ആണ് എഴുതേണ്ടത്. സോ ഈ പേജിനകത്ത് വന്നിട്ട് സ്റ്റൈൽ ഈക്വൽ ടു ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഒന്ന് ഇതിൻ്റെ ഫ്രണ്ട് നടുവിൽ വന്നു. ഇത് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, അല്ലെങ്കിൽ ഇതൊരു H4 ടാഗ് H3 ടാഗായി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. H4. ഓക്കെ, H2. സോ ഇവിടെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ടേബിൾ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ആ ഡാറ്റാസ് നമ്മൾ മോഡൽസിനകത്ത് നിന്ന് വരുന്ന ഡാറ്റ പേജിനകത്ത് പ്രിൻ്റ് ചെയ്തു. ഇതിൻ്റെ കളറെല്ലാം മാറ്റണമെങ്കിൽ സ്റ്റൈൽ ഷീറ്റിനകത്ത് പോയിട്ട് മാറ്റാവുന്നതാണ്.
ടേബിളിൻ്റെ കളർ, ബോർഡർ 1 പിക്സ്, സോളിഡ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ, ബ്ലൂ കൊടുക്കും. ടേബിളിൻ്റെ കളർ ബ്ലൂ ആയി. ഓക്കെ, സോ ഇന്ന് നമ്മൾ മോഡൽസിനെ കുറിച്ച് പറഞ്ഞു. മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ലോജിക് എല്ലാം എഴുതി വെച്ച ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ് ഫയൽ നമുക്ക് നമ്മുടെ ബിസിനസ് ലോജിക്സ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് എല്ലാം സെപ്പറേറ്റായി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. മോഡൽസ് നമുക്ക് വ്യൂസിനകത്തേക്ക് പാസ് ചെയ്യാം കൺട്രോളറിലൂടെ. ഇവിടെ ഒരു ഒബ്ജക്റ്റ്, അതായത് ഒബ്ജക്റ്റ് മോഡലാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ഒരു വ്യൂവിൻ്റെ പേര് കൊടുക്കാം. വ്യൂവിൻ്റെ പേര് കൊടുത്തില്ലെങ്കിലും ബൈ ഡിഫോൾട്ടായിട്ട് വർക്കാവും. 0 ആർഗ്യുമെൻ്റ്, അതായത് മോഡൽ മാത്രം സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഈ വീഡിയോ മോഡൽസ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് നെക്സ്റ്റ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ്.